तू है के नहीं, तू है के नहीं, तू है के नहीं, तू है के नहीं. Your smile shining on my face, I found it better to be lost in you, rather try and be the real good me. My mind was racing against my heart. Hold you tight and feel the love. Let me live with your beautiful soul. Your smile shining on my face, I found it better to be lost in you, rather try and be the real good me. My mind was racing against my heart. Hold you tight and feel the love. Let me live with your beautiful soul. मेरा सुपास तेरे और मेरे पास. Let me feel ya, let me feel ya. I want you close to me all the time. Let me feel ya, let me feel ya. Let me feel you close to me. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ. പോകും വഴിയെല്ലാം ചങ്ങാതിക്കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദത്തേരേറി പായുന്നെന്നോ. കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ. ഞാനൊഴുകും പാതയില കാലടികൾ മാത്രമേ. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീ. പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനൊന്നും കൂടുന്നില്ലേ. കൃപ നിറഞ്ഞ പറയുവാൻ സൃഷ്ടി
സുസ്ഥിര കർത്താവ് അങ്ങയുടെ ശീലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥിര കർത്താവ് അങ്ങയുടെ ശീലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി കനായിലെ കല്യാണം നിലവിച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ മധ്യസ്ഥ അപേക്ഷ നല്ല അങ്ങേ ആ കുടുംബതാണ് അഭിമാനുഷ്യത്തിൽ രക്ഷിച്ചതുപോലെ ഞങ്ങൾ ഇപ്പോൾ പുറപ്പെടുന്ന വിവാഹ കർമ്മത്തിലേക്ക് ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കണം. നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമേ. നിന്റെ കർമ്മനീതിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണം സാന്നിധ്യമായിരിക്കണമേ. പരിശുദ്ധമേ യാതൊരു കുറവുകളും കൂടാതെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ. എത്രയും വേണം അതാവേ
സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വചനമനുസരിക്കാതെ ആരോഗ്യമുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അയക്കാൻ ബാല്യമാർക്ക് കഴിയും. അവർ നിങ്ങളോട് ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണിക്കുന്നത് മൂലമാണ് ഇത് സാധ്യമാകുന്നത്. ബാഹ്യമോടികളായ പിന്നെയോ സ്വർണ്ണാഭരണമോ ശുഷ്ണവസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ ശുഷ്ണമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുമാണെന്ന അനശ്വരരത്നം അണിഞ്ഞ് ആന്തരിക വിവേകമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശ്വസ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളുടെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എതിരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹിനെ കാള എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ ദൈവത്തോടും നിങ്ങളുടെ ഭാര്യമാരോടും ജീവിക്കുകയും സ്ത്രീ വിലയുടെ ഭാഗമാണെങ്കിലും ജീവദാതാവുമായ കൃപയ്ക്ക് പ്രിയ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാൻ വേണ്ടിയാണ്, തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശ്വരവും പ്രിയപ്പെട്ട വധൂവരന്മാരെ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ,
നമുക്കെല്ലാവർക്കും പൊതുവെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് നമുക്ക് എപ്പോഴും തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹ ചടങ്ങുകളിലാണ് പങ്കെടുക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരെയും അഭിനന്ദിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, ഈ കുർബാന ഇവർക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ഒരർത്ഥത്തിൽ നമ്മൾ വിവാഹമൊക്കെ കുറേ ലാളിത്യമായി ചെയ്യുവാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വിവാഹത്തിന് മാക്സിമം ക്ഷണിക്കപ്പെടുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു 30-35 പേരൊക്കെ ആയിരുന്നു. 50-ൽ കൂടുതലുള്ള ഒരു വിവാഹം അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ 500 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെന്ന് അവർ പറയും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നവരോട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഒരു രീതിയായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ലളിതമായിട്ട് അത് ചെയ്യുവാനായിട്ട് പഠിച്ചു. കുറേ നാളുകൾ കാത്തിരുന്ന്, കുറേ നാളുകൾ വളരെ ആകാംക്ഷയോടുകൂടി ഇരുന്ന് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന് ഇപ്പോൾ ഈ വിവാഹിതരാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നിങ്ങൾ പരസ്പരം ബന്ധിതരാകുന്നത് ഒരാൾ മറ്റൊരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭൂമിയിൽ ഈശോ വന്ന് രക്ഷ നമുക്ക് എല്ലാവർക്കും തന്നെങ്കിൽ ആ രക്ഷ തന്നിരിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. വിവാഹം എന്ന് പറയുന്നത് രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. അവിടെ ഭർത്താവിന്റെ രക്ഷ ഭാര്യയും, ഭാര്യയുടെ രക്ഷ ഭർത്താവ് വഴിയായിട്ടുമാണ് നടക്കുന്നത്. ഭർത്താവ് വഴിയായിട്ട് ഭാര്യയുടെ രക്ഷയും, ഭാര്യ വഴിയായിട്ട് ഭർത്താവിന്റെ രക്ഷയും സഞ്ചാരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈശോയിലേക്ക് നിന്റെ ജീവിത പങ്കാളിയെ എത്തിക്കുന്നതും സ്വർഗത്തിലേക്ക് നിന്റെ ജീവിത പങ്കാളിയെ എത്തിക്കുന്നതും നിന്നെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പാടില്ല. ആ ഒരു ഉത്തരവാദിത്വം ജീവിതത്തിലുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഇടവഴികളിൽ വെച്ച് പറയില്ല, ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പറയുന്നില്ല, ഞാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് ജീവിക്കുന്നത് പറയുന്നില്ല. അപ്പൊ നമ്മൾ ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം നമ്മൾ മനോഹരമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു വിവാഹത്തിൽ നമ്മളോട് പറയുന്ന ആദ്യത്തെ സന്ദേശം. ഈ ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും ഒന്നും നമുക്ക് സാധിക്കില്ല. ഒരു കാര്യം കൊണ്ട് നമുക്ക് നടത്താൻ പറ്റില്ല. ഇപ്പോ കൊച്ചുമോൻ പുറത്തുപോയി കുറച്ചാൾ ജോലി ചെയ്തു, അവൻ ജോലി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ അത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ യുദ്ധാപുരത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു പരിചയമില്ലാത്ത തിരുവനന്തപുരത്തെ മൂലയ്ക്കുള്ള ഒരു സ്ഥലത്തിന്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. നമുക്കറിയാവുന്നത് വളരെ 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 കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇനി നമുക്ക് ദൈവ കൃപയാണ് ആവശ്യം. മക്കളെ നിങ്ങൾ എടുത്തെങ്കിൽ നോക്കി നിങ്ങളോട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, കല്യാണ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും, കെട്ടിയവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഉത്തരങ്ങൾ കാണും. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൈവശത്തു നിന്ന് ഒരു തെറ്റ്, ഒരു കുറവുണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശത്തു നിന്ന് ഒരു ചെറിയ തെറ്റുണ്ടായി, ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ഒരു ചെറിയ കുഴപ്പമുണ്ടായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനല്ല അന്തസ്സായിട്ട് സോറി എന്ന് പറയാൻ പഠിക്കണം. വാ തുറന്ന് ജീവിത പങ്കാളിയോട് എനിക്കത് പറ്റി ക്ഷമിക്കുക എന്ന് പറയാൻ പഠിക്കണം. നിങ്ങളതിന് കോമ്പീറ്റ് ചെയ്യണം. നിങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ടതാണ്. ഒരു കുഞ്ഞ് സങ്കടം, ഒരു വിഷമം നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയാതെ പോകുന്ന ഒരു ദിവസം ഉണ്ടാകുന്നത്. അതിന് സോറിയൊക്കെ പറഞ്ഞ് പരസ്പരം കുരിശ് വരച്ച് കൊടുത്തു കഴിഞ്ഞ് കിടന്നേ ഉറങ്ങാവുള്ളൂ.
നെറ്റിക്ക് പരസ്പരം കുരിശ് വരച്ച് കൊടുത്ത് കിടന്ന് ഉറങ്ങാവും. ഇതൊക്കെ നിങ്ങളുടെ മക്കൾക്ക് കിട്ടാൻ പോകുന്ന വലിയ ഭേദപാടാണ്. നിങ്ങൾ അത് പള്ളിക്കൂടങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അച്ഛൻ പ്രസംഗിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. വീട്ടിൽ കണ്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ വളരെ നെസസറിയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് അവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തട്ടിക്കരുതെന്ന് വളരെ എളുപ്പമാണ്. നമ്മുടെ ഉണ്ടാകുന്ന തെറ്റിന് സോറി പറയുന്ന ഒരാളോട് പിന്നെ കോപിക്കാൻ നമുക്ക് ഒരു റൈറ്റുമില്ല. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയുന്ന ഒരാളോട് കോപിക്കാൻ തക്കവണ്ണം നമുക്ക് എന്ത് മേന്മയുള്ളത്? നമുക്കൊരു മേന്മയില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, വിവാഹ ജീവിതത്തിൻ്റെ അകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാഹ ജീവിതത്തിനകത്ത് പിന്നെ വേണ്ടാത്ത പരിപാടികൾക്ക് ഉപേക്ഷിക്കുക. ഒരു വെള്ളമൊടിക്കുന്ന സ്വഭാവങ്ങൾ, അത് ജീവിത പങ്കാളിക്ക് ദുരിതം ആക്കി വെക്കുന്ന അവസരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങൾ കൊണ്ടാണ് പലരും വിവാഹത്തിന് ശ്വാസമുട്ടലുകൾ അനുഭവിക്കുന്നത്. എന്ത് പാപം ചെയ്തിട്ടാണ് ഒരു സ്ത്രീ വെള്ളമടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന്റെ വേഗപ്പും ദുർഗന്ധവും മുഴുവൻ സഹിച്ച് രാത്രി മുഴുവൻ ഉറങ്ങേണ്ടി വരുന്നത്? അതെന്ത് പാപം ചെയ്തിട്ടാണ്? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വിവാഹ ജീവിതത്തെ വളരെ പെട്ടെന്ന് മോശമാക്കി തീർക്കുന്നത്. പരസ്പരം തുറവിയുള്ളവരായിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക, വിശുദ്ധ കുർബാനയ്ക്ക് അണയുന്നവരായിരിക്കുക, പരസ്പരം സോറി പറയാൻ സന്നദ്ധതയുള്ളവരായിരിക്കുക, എപ്പോഴും ഒരു സെക്യൂരിറ്റി ഫീലിംഗ് പരസ്പരം കൊടുക്കുന്നവരായിരിക്കുക. എപ്പോഴും നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. എപ്പോഴും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഈശോയുടെ കൈപിടിച്ച് സന്തോഷകരമായി ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. ഇപ്പോൾ കോവിഡിൻ്റെ സമയമൊക്കെയാണ്. കല്യാണം കഴിഞ്ഞാൽ അവരെ എല്ലാവർക്കും വേലക്കാരൊക്കെ നമുക്കൊന്നും ചെയ്യരുത്. അസുഖം ഉണ്ടാകരുത്. അത് സൂക്ഷിച്ച് അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അപരാധയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പുരുഷന് ജീവനസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ പാടുന്നു. ഭാര്യാഭർത്താക്കന്മാരായ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശയോടെ പരിവർത്തനം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ക്രിസ്ത്യാനിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ക്രിസ്ത്യാമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും കുരിശുമന്ന വഴി തിരുസഭയെ മതമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ശക്തി നൽകട്ടെ. ഇരുവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുസ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Pidaum,
എത്തിയിരിക്കുകയാണ്. അവർ പരസ്പര ജീവിതത്തിലെ ദൈവസന്നിധിയോട് പ്രതിജ്ഞ ചെയ്യാൻ പോകണം. എല്ലാവർക്കും വേണ്ടി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രതിജ്ഞ അനുസരിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് വസിക്കുവാനുള്ള കൃപ ഇവർക്ക് ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രതിജ്ഞ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ സംരക്ഷകമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്ത്രീയും പുനരുടെയും ആരാധനയും സമർപ്പിക്കുവാനും നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർത്താവേ പങ്കാളികളാക്കുകയും ചെയ്യുന്ന കാരണവാനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ സമർപ്പണത്തിലും നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ.
വിശുദ്ധായ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഉദാസനങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യങ്ങൾക്ക് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോൾ എപ്പോൾ എന്നേക്കും. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ, ദൈവത്തിന്റെ പ്രിയ കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ മാറിടട്ടെ എന്നുമെന്നും ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ, ദൈവത്തിന്റെ പ്രിയ കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ, കർത്താവ് പിറന്നൊരു കുടുംബം പോലെ മാറിടട്ടെ എന്നുമെന്നും ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത ഈ കുടുംബം. വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പ് പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പ് പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. ത്യാഗം വിശുദ്ധിയല്ല ഇവരിൽ നിറഞ്ഞിടട്ടെ. കുറവുകളിൽ ക്ഷമിച്ചനുദിനവും കൃപയിൽ വളർന്നിടട്ടെ. സ്നേഹം ത്യാഗം വിശുദ്ധിയല്ല ഇവരിൽ നിറഞ്ഞിടട്ടെ. കുറവുകളിൽ ക്ഷമിച്ചനുദിനവും കൃപയിൽ വളർന്നിടട്ടെ, കൃപയിൽ വളർന്നിടട്ടെ. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പ് പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചിടാം. യൗസേപ്പ് പിതാവോടും മാതാവിനോടും മാധ്യസ്ഥ്യം യാചിച്ചിടാം.
തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാ സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പാവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ
താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. Searching for this moment, one that I can call my own. I've been searching for this moment. I've been lost and I've been broken, to what I know. I've been waiting for this moment. This time I'll do it on my own.
our family, loving Jesus.